മായുന്നു. സ്നേഹാവരം പദ്ധതിയുടെ NSS യൂണിറ്റുകളുടെ അവധിക്കാല സപ്തദിന ക്യാമ്പുകൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചാണ് വളണ്ടിയർമാർ മനോഹരമാക്കിയിരിക്കുന്നത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി NSS യൂണിറ്റുകളും ശുചിത്വ മിഷനും സംയുക്തമായി ഒരുക്കുന്ന സ്നേഹാരാമം പദ്ധതി ഹൈറേഞ്ചിലും ശ്രദ്ധേയമാകുന്നു. മാലിന്യമുക്തമാക്കപ്പെടുന്ന പ്രദേശം പൂന്തോട്ടമാക്കി മാറ്റിയ സ്നേഹാരാമം പദ്ധതി ഹൈറേഞ്ചിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെതിരെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ബഹുജന സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തീകരിക്കുക. ക്രിസ്തുമസ് അവധിയിലെ സപ്തദിന ക്യാമ്പുകളുടെ പ്രധാന കർമ്മവും സ്നേഹാരാമ നിർമ്മിതിക്കായിരുന്നു. മാലിന്യം നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ NSSന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി മാലിന്യം നിറഞ്ഞാണല്ലോ, ഇവിടെ ഈ മാലിന്യമായ സ്ഥലം നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കണം, ഹരിതമായൊരു പ്രദേശമാക്കിയെടുക്കണം ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓരോ NSS യൂണിറ്റും മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശവും വൃത്തിഹീനമായി കിടക്കുന്ന പൊതുസ്ഥലവും ഏറ്റെടുത്ത് പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരിച്ച് ജനങ്ങൾക്കു തന്നെ ഉപയോഗപ്രദമാക്കി മാറ്റി. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ചാണ് പ്രദേശങ്ങൾ തീരുമാനിച്ചത്. കേരള ഗവൺമെന്റിന്റെ നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാലിന്യ മുക്ത നവകേരളം. പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്നാണ് ഇത്തരം പരിപാടികൾ എല്ലായിടത്തും ആസൂത്രണം ചെയ്യുന്നത്. പച്ചത്തുരുത്ത്, ചുമർ ചിത്രം, വെർട്ടിക്കൽ ഗാർഡൻ, പാർക്ക്, വിശ്രമ സംവിധാനം എന്നിങ്ങനെ വളണ്ടിയർമാരുടെ സർഗാത്മകത വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പ്രദേശങ്ങൾ സ്നേഹാരാമമായി മാറ്റിയെടുത്തത്. ഇരിപ്പിടങ്ങളും ചുവർ ചിത്രങ്ങളും ബോർഡുകളും സ്ഥാപിച്ച് മനോഹരമാക്കുകയും ചെയ്തു. NSS വളണ്ടിയർമാരുടെ പ്രവർത്തന ഫലമായി വൃത്തിഹീനമായ കാഴ്ചകൾക്ക് സ്നേഹാരാമം പദ്ധതി നിറച്ചാർത്തായി. ഇനി ഇവയുടെ സംരക്ഷണം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. ഇവരും കൂടി സംരക്ഷകരായാൽ മാത്രമേ സ്നേഹാരാമങ്ങൾ സാക്ഷാത്കാരത്തിലെത്തൂ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.